Hi students, welcome to the new video of English Talks. English Talksന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ ദി മിറർ എന്ന യൂണിറ്റിലെ ദി മാജിക് മിറർ എന്ന സ്റ്റോറിയാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ദി മാജിക് മിറർ. On a rainy afternoon, having nothing to do, Ammu and her brother Arun were bored. So they sat looking out at the rain. To pass time, they decided to explore the attic of their home. On a rainy afternoon, ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയാണ്. Having nothing to do, Ammu and her brother Arun were bored. ഒന്നും ചെയ്യാനില്ലാതെ അമ്മുവും അവളുടെ സഹോദരൻ അരുണും ബോറടിച്ചിരിക്കുകയായിരുന്നു. സോ ദേ സാറ്റ് ലുക്കിംഗ് ഔട്ട് അറ്റ് ദി റെയിൻ. പുറത്ത് മഴ പെയ്യുന്നത് നോക്കിയിരിക്കുകയായിരുന്നു അവർ. ടു പാസ് ടൈം ദേ ഡിസൈഡഡ് ടു എക്സ്പ്ലോർ ദി ആറ്റിക് ഓഫ് ദെയർ ഹോം. സമയം പോകാൻ വേണ്ടിയിട്ട് അവർ അവരുടെ വീടിൻ്റെ ആ മച്ചിൻപുറം സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. ദി ആറ്റിക് വാസ് ഡാർക്ക് ആൻഡ് ഡസ്റ്റി. ആ മച്ചിൻപുറം വളരെ ഇരുട്ടുള്ളതും പൊടി പിടിച്ചതുമായിരുന്നു. ദേ കെയിം അക്രോസ് എ മിറർ വിച്ച് വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി. അപ്പോൾ ദേ കെയിം അക്രോസ് എ മിറർ, അവർ പെട്ടെന്നൊരു മിറർ കണ്ടു. വിച്ച് വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി, അത് വളരെ വൃത്തിയുള്ളതും തിളങ്ങുന്നതുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള വസ്തുക്കളൊക്കെ പൊടി പിടിച്ച് കിടക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മിറർ മാത്രം വളരെ ക്ലീനും അതുപോലെ തന്നെ തിളങ്ങുന്നതുമായിരുന്നു. While they looked at their reflection in it, the old grandfather clock in the attic struck 5. അവരുടെ പ്രതിബിംബം ആ കണ്ണാടിയിൽ കാണുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പഴയൊരു ക്ലോക്ക് ഉണ്ടായിരുന്നു. ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഇൻ ദി ആറ്റിക് സ്ട്രക്ക് 5. അത് 5 മണി സമയം അടിച്ചു. That is weird, Arun said. I thought the clock was junk. They felt the mirror was calling them. അപ്പോൾ അരുൺ പറയാണ്, ദാറ്റ് ഈസ് വിയേർഡ്, ഇത് വളരെ വിചിത്രമാണല്ലോ. ഐ തോട്ട് ദി ക്ലോക്ക് വാസ് ജങ്ക്. ഞാൻ വിചാരിക്കുന്നു ഈ ക്ലോക്ക് ഉപയോഗശൂന്യമാണ്, ജങ്കാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ദേ ഫെൽറ്റ് ദി മിറർ വാസ് കാളിംഗ് ദം. അങ്ങനെ ആ മിറർ അവരെ വിളിക്കുന്നത് പോലെ അവർക്ക് തോന്നി. അരുൺ സ്ട്രെച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദി മിറർ. അരുൺ തൻ്റെ കൈ കണ്ണാടിക്ക് നേരെ നീട്ടി. ഹിസ് ഹാൻഡ് വെൻറ്റ് റൈറ്റ് ത്രൂ ദി മിറർ ആസ് ഇഫ് ഇറ്റ് വർ വാട്ടർ. അപ്പോൾ അവൻ്റെ കൈ ആ കണ്ണാടിയുടെ ഉള്ളിലൂടെ പോയി. അത് വെള്ളത്തിൽ പോകുന്നത് പോലെ അവൻ്റെ കൈ ആ കണ്ണാടിയുടെ ഉള്ളിലേക്ക് പോയി. ഹി വിഡ്രൂ ഹിസ് ഹാൻഡ് ഹേസ്റ്റ്ലി. അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ കൈ വലിച്ചു. ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ഇൻ അമേസ്മെൻറ്റ്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം അത്ഭുതത്തോടെ നോക്കി. ഷാൾ വി സ്റ്റെപ്പ് ഇൻ ടു ദി മിറർ, അരുൺ ആസ്ക്ഡ്. അരുൺ ചോദിച്ചു, നമുക്ക് ഈ മിററിലേക്ക് കാലെടുത്ത് വെച്ചാലോ? അമ്മു നോഡഡ്. അമ്മു തലയാട്ടി സമ്മതിച്ചു. 1, 2, 3 ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദി മിറർ. അങ്ങനെ അവർ രണ്ടുപേരും ആ മിററിലേക്ക് അവരുടെ കാലെടുത്ത് വെച്ചു. സഡൻലി ദേ ഫൗണ്ട് ദംസെൽസ് ഇൻ എ ഫോറസ്റ്റ്. ഇറ്റ് വാസ് ക്വൈറ്റ് ഡാർക്ക്. ദി ലീവ്സ് ഓഫ് ദി ട്രീസ് ഓവർ ഹെഡ് ബ്ലോക്ക്ഡ് ദി സൺലൈറ്റ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഒരു ഫോറസ്റ്റിൽ എത്തിച്ചേർന്നു. അവരെ തന്നെ കണ്ടെത്തി ഒരു ഫോറസ്റ്റിൽ. ഇറ്റ് വാസ് ക്വൈറ്റ് ഡാർക്ക്. ആ ഫോറസ്റ്റ് ഇരുട്ട് മൂടിയതായിരുന്നു. ദി ലീവ്സ് ഓഫ് ദി ട്രീസ് ഓവർ ഹെഡ് ബ്ലോക്ക്ഡ് ദി സൺലൈറ്റ്. ആ ഫോറസ്റ്റിലെ മരങ്ങളിലുണ്ടായിരുന്ന ഇലകളൊക്കെ സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തി. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇൻ ബുക്സ് വേർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ്, സെഡ് അരുൺ. ഇറ്റ് ഈസ് സോ എക്സൈറ്റിംഗ്. അപ്പോൾ അരുൺ പറഞ്ഞു, ഇത് നമ്മൾ പുസ്തകങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരു മായാജാലം പോലെ തോന്നുന്നു. ഇറ്റ് ഈസ് സോ എക്സൈറ്റിംഗ്, ഇത് ഭയങ്കര ആവേശമുണർത്തുന്നു. ദേ ഫൗണ്ട് ദെയർ വേ ഔട്ട് ഓഫ് ദി ഫോറസ്റ്റ് ഇൻ ടു ഫീൽഡ്സ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ്. അങ്ങനെ അവർ ആ ഫോറസ്റ്റിൽ നിന്നും നീലയും ചുവപ്പും നിറത്തിലുള്ള പൂക്കളുള്ള ഒരു വയലിലേക്ക് പോയി. ബട്ടർഫ്ലൈസ് വേർ ഫ്ലിറ്റിംഗ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. അവിടെ ശലഭങ്ങൾ, ചിത്രശലഭങ്ങൾ പൂക്കളിൽ നിന്നും പൂക്കളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്നു. ദി ഫീൽഡ്സ് വേർ ലിറ്റ് ബൈ ദി ഈവനിങ് സൺ. സായാഹ്ന സൂര്യൻ്റെ പ്രകാശത്താൽ ആ വയലിൽ നല്ല വെളിച്ചമുണ്ട്. സ്റ്റാൻഡിങ് ഇൻ ദി ഫീൽഡ് വാസ് എ വൈറ്റ് ഹോഴ്സ് വിത്ത് സിൽവർ വിങ്സ്. ആ വയലിൽ നിൽക്കുന്നത്
വെള്ള നിറത്തിലുള്ള വെള്ളിച്ചിറകുള്ള ഒരു കുതിരയായിരുന്നു. "വൗ, ഇറ്റ് ഈസ് പിഗാസസ്, ദി വിങ്ഡ് ഹോഴ്സ്!" exclaimed അമ്മു. They walked towards it and Pegasus raised its head. "Who are you?" asked Pegasus. അപ്പോൾ അമ്മുവിന് ഭയങ്കര അത്ഭുതമായി. അമ്മു പറഞ്ഞു, "ഇത് പിഗാസസ് ആണല്ലോ." പിഗാസസ് എന്ന് പറഞ്ഞാൽ വിങ്ഡ് ഹോഴ്സ്, ചിറകുകളുള്ള കുതിരയാണ്. ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രമാണ് പിഗാസസ്. ആ പിഗാസസിനെയാണ് അമ്മുവിന് ഓർമ്മ വന്നത്. ദേ വാക്ക്ഡ് ടുവേർഡ്സ് ഇറ്റ്. അങ്ങനെ അവർ അതിന് നേരെ നടന്നു, ആ പിഗാസസിൻ്റെ അടുത്തേക്ക് നടന്നു. ആൻഡ് പിഗാസസ് റൈസ്ഡ് ഇറ്റ്സ് ഹെഡ്. പിഗാസസ് അപ്പോൾ തല ഉയർത്തി നിന്നു. എന്നിട്ട് പിഗാസസ് ചോദിക്കുകയാണ്, "ഹൂ ആർ യു?" നിങ്ങൾ ആരാണ്? അരുൺ ആൻസർ ഷൈലി. അരുൺ നാണത്തോടു കൂടി പറഞ്ഞു, "ഐ ആം അരുൺ ആൻഡ് ദിസ് ഈസ് അമ്മു." ഞാൻ അരുണാണ്, ഇത് അമ്മു ആണ്. പിഗാസസ് ലുക്ക്ഡ് അറ്റ് ദം ക്യൂരിയസ്ലി. പിഗാസസ് അവരെ ആശ്ചര്യത്തോടു കൂടി നോക്കി. "വേർ ഡിഡ് യു കം ഫ്രം?" അങ്ങനെ പിഗാസസ് അവരോട് ചോദിക്കുകയാണ്. പിഗാസസ് ആസ്ക്ഡ്, "വേർ ഡിഡ് യു കം ഫ്രം?" നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? "വി കെയിം ത്രൂ എ മാജിക് മിറർ," സെഡ് അമ്മു. അപ്പോൾ അമ്മു പറഞ്ഞു, "ഞങ്ങൾ മാജിക് മിററിലൂടെയാണ് വരുന്നത്." "വെൽ, ദാറ്റ് വുഡ് ഹാവ് ബീൻ എക്സൈറ്റിംഗ്." അത് വളരെ അത്ഭുതമായിരിക്കുന്നുവല്ലോ എന്ന് പിഗാസസ് പറഞ്ഞു. സെഡ് പിഗാസസ്, "ഇറ്റ് വിൽ സൂൺ ബി ഡാർക്ക്, ഐ ഹാഡ് ബെറ്റർ ഗോ ഹോം." അപ്പോൾ പിഗാസസ് പറയണം, "ഇവിടെ ഇപ്പോൾ ഇരുട്ട് വരും, എനിക്ക് വീട്ടിലേക്ക് പോകണം." സെഡ് പിഗാസസ്, "ക്യാൻ വി കം ടു?" ഞങ്ങളും കൂടി വരട്ടെ? ആസ്ക്ഡ് ദി ചിൽഡ്രൻ. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, "ഞങ്ങളും കൂടി വരട്ടെ?" "ഓഫ് കോഴ്സ്, തീർച്ചയായും. ക്ലൈംബ് ഓൺ ടു മൈ ബാക്ക്." എൻ്റെ ബാക്കിൽ കയറൂ എന്ന് പിഗാസസ് പറഞ്ഞു. പിഗാസസ് സെറ്റ്. ദേ സ്ക്രാമ്പിൾഡ് ഓൺ ടു പിഗാസസ് ബാക്ക്. അങ്ങനെ അവർ പിഗാസസിൻ്റെ ബാക്കിലേക്ക് പറ്റിപ്പിടിച്ച് കയറി. ദേ സോഡ് ത്രൂ ദി എയർ ആൻഡ് ഫൈനലി ലാൻഡഡ് ഓൺ സോഫ്റ്റ് വാം ഗ്രാസ് അണ്ടർ എ ബിഗ് ട്രീ. അങ്ങനെ അവർ വായുവിലൂടെ പിഗാസസിൻ്റെ ബാക്കിൽ കയറിയിട്ട് പറന്നുയർന്നു. അവസാനം മൃദുലമായ ഇളം ചൂടോട് കൂടിയ ഒരു പുല്ലിൽ അവർ ലാൻഡ് ചെയ്തു. അവർ വന്ന് ഇറങ്ങി. അതൊരു വലിയ മരത്തിനടിയിലായിരുന്നു, അണ്ടർ എ ബിഗ് ട്രീ. ദെൻ ദേ ഫ്ലൂ ത്രൂ എ ഫോറസ്റ്റ്, എ ഫീൽഡ് ആൻഡ് ഓവർ എ ഹിൽ ടു എ കോട്ടേജ്. എ മാൻ ഇൻ എ ബ്ലൂ റോബ് ഓപ്പൺ ദി ഡോർ ആൻഡ് ആസ്ക്ഡ് ദം ടു ഫോളോ ഹിം. അവർ ഫോറസ്റ്റിലൂടെ പറന്നു, ഒരു വയൽ പിന്നിട്ടു. അങ്ങനെ ഒരു കുന്നിൻ ചെരുവ് കഴിഞ്ഞ് ഒരു കുടിലിലെത്തി. എ മാൻ ഇൻ എ ബ്ലൂ റോബ് ഓപ്പൺ ദി ഡോർ. അങ്ങനെ ഒരു നീല അലങ്കാര കുപ്പായം ധരിച്ച ഒരാൾ അവർക്ക് ഡോർ തുറന്നു കൊടുത്തു. ആൻഡ് ആസ്ക്ഡ് ദം ടു ഫോളോ ഹിം. അങ്ങനെ അയാൾ അവരോട് അയാളെ പിന്തുടരാൻ പറഞ്ഞു. ദേ ഫോളോഡ് ഹിം ഇൻ ടു എ റൂം വേർ ദേ സോ എ മിറർ. അങ്ങനെ അവർ അദ്ദേഹത്തെ പിന്തുടർന്നു, ആ റൂമിലേക്ക് പിന്തുടർന്നു. അവർ വേർ ദേ സോ എ മിറർ, അവിടെ അവർ ഒരു മിറർ കണ്ടു. ഇറ്റ് ലുക്ക്ഡ് എക്സാക്ട്ലി ലൈക്ക് ദി മിറർ ഇൻ ദെയർ ആറ്റിക്. അത് അവരുടെ ആറ്റിക്കിൽ മച്ചിൻ പുറത്ത് കണ്ട അതേ മിററായിട്ട് തോന്നിച്ചു. സ്റ്റെപ്പ് ഇൻ ടു ദി മിറർ ആൻഡ് യു വിൽ ബി ഹോം, സെഡ് പിഗാസസ്. പിഗാസസ് അവരോട് പറഞ്ഞു, "ഈ മിററിലേക്ക് കാലെടുത്ത് വെക്കൂ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിച്ചേരും." ദി ചിൽഡ്രൻ താങ്ക്ഡ് പിഗാസസ്. കുട്ടികൾ പിഗാസസിന് നന്ദി പറഞ്ഞു. ദേ സ്റ്റെപ്ഡ് ഇൻ ടു ദി മിറർ ആൻഡ് ഫൗണ്ട് ദംസെൽസ് ബാക്ക് ഇൻ ദി ആറ്റിക്. പിന്നെ അവർ ആ മിററിലേക്ക് കാലെടുത്ത് വെച്ചു. അവർ വീണ്ടും ആറ്റിക്കിൽ തന്നെ, മച്ചിൻ പുറത്ത് തന്നെ എത്തിച്ചേർന്നു. ഇറ്റ് വാസ് സ്റ്റിൽ റെയിനിങ്. അങ്ങനെ അവരെത്തിയ സമയത്ത് അവിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അരുൺ ലുക്ക്ഡ് അറ്റ് അമ്മു ആൻഡ് സെറ്റ്, "ദാറ്റ് വാസ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് അഡ്വഞ്ചർ വി ഹാവ് എവർ ഹാഡ്." നമുക്കുണ്ടായതിൽ വെച്ച് ഏറ്റവും ആവേശപൂർണമായ സാഹസികത ഇതായിരുന്നു. "യെസ്, റിയലി," അമ്മു സെറ്റ്. അപ്പോൾ അമ്മു പറഞ്ഞു, "അതെ, ശരിയാണ്." ദേ ഹിയർഡ് ദെയർ മദർ കാളിംഗ് ദം. അങ്ങനെ അവർ കേട്ടു, അവരുടെ അമ്മ അവരെ വിളിക്കുന്നത് അവർ കേട്ടു. ദേ ഗോട്ട് ഡൗൺ ഫ്രം ദി ആറ്റിക് ആൻഡ് വാക്ക്ഡ് ഇൻ ടു ദി കിച്ചൺ ജസ്റ്റ് ഇൻ ടൈം ഫോർ ഡിന്നർ. അങ്ങനെ അവർ മച്ചിൻ പുറത്തു നിന്നും താഴേക്ക് വന്നു, അടുക്കളയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ദേ ടോൾഡ് ദെയർ മദർ അബൌട്ട് ദെയർ അഡ്വഞ്ചർ. അവരവരുടെ അമ്മയോട് നടന്ന സാഹസികത മുഴുവൻ പറഞ്ഞു. ബട്ട് ഷി ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ്. പക്ഷേ അവരുടെ അമ്മ അത് വിശ്വസിച്ചില്ല. വെൻ ദേ വെൻറ്റ് ടു ബെഡ് ദേ ഡ്രീംഡ് ഓഫ് ഗോയിങ് ത്രൂ ദി മിറർ ആൻഡ് ഹാവിങ് മോർ എക്സൈറ്റിംഗ് അഡ്വഞ്ചേഴ്സ്. അങ്ങനെ അവർ കിടക്കയിലേക്ക് പോയപ്പോൾ ദേ ഡ്രീംഡ് ഓഫ് ഗോയിങ് ത്രൂ ദി മിറർ, അവർ വീണ്ടും മിററിലൂടെ പോകുന്നതായി സ്വപ്നം കണ്ടു. ആൻഡ് ഹാവിങ് മോർ എക്സൈറ്റിംഗ് അഡ്വഞ്ചേഴ്സ്, കൂടുതൽ സാഹസികതകൾ നിറഞ്ഞ ആവേശഭരിതമായ
യാത്രകളും സംഭവങ്ങളുമെല്ലാം അവർ സ്വപ്നം കണ്ടു. ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക.